ഇവന് ഏറ്റവും വലിയൊരു അടി പിണറായിക്കും എം പി ഗോവിന്ദൻ മാസ്റ്റർക്കും ഉൾപ്പെടെ കിട്ടിയിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ ഭാഷയിൽ മസ്തകത്തിൽ സംശയമൊന്നുമില്ല കാര്യത്തിൽ അത് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും യോജിച്ചത് ഒരു സമയമാണിതെന്നുള്ളതാണ്. എന്താണ് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്? ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ? CPM ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി പൊളിഞ്ഞുപോയി. അതെ, കാരണം രണ്ട് ബാങ്ക് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്. രണ്ട് കമ്പനികൾ തമ്മിലാണ്, ബാങ്കിൽ കൂടെ ഉള്ളതാണ്. CMRL വിരോധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ വിജയനെ ആയിരിക്കാനായിട്ട് താഴോട്ട് കൊടുത്തിരുന്നത്. അത് മുഴുവൻ ഇതിനകത്ത് പോയി എന്നുള്ളത് കൊണ്ട് ഇതൊരു മുഖ്യമന്ത്രിയുടെ മകളാണ് ചെല്ലുന്നത്. മനസ്സിലായി? ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ ഇത്രയും വലിയ ജഡ്ജിയെ കൊണ്ട് ചെല്ലാൻ പറ്റും. അപ്പം സ്വാഭാവികമായും വളരെ അപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലേക്കാണ് ഇവർ ചെല്ലാൻ പോകുന്നത്. 2021 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കാനുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന് കോവിഡും ഒന്ന് പെൻഷനും കിറ്റുമായിരുന്നു എന്നുള്ളത് ഈ സോയിമോനെ വിളിച്ച ഈ ഉന്നതൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. ഇനി ഞാനൊരു കാര്യം കൂടെ സോയിമോനോട് പറയട്ടെ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. ഇത് ഭ്രമയുഗം, ഇനി കാണപ്പോകത് നിജം. കന്നഡ വിധിയിൽ വീണ വിജയൻ പതറില്ല എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ബ്രണ്ടൻ കോളേജിൽ ഒരുപാട് വാളുകൾക്കിടയിലൂടെ നടന്നു വന്ന ഒരച്ഛൻ്റെ മകളാണ്. അത് BJP ഭരിക്കുന്ന കാലഘട്ടത്തിൽ ബംഗളൂരുവിലെത്തി അവരുടെ മടയിൽ കയറി ഒരു കമ്പനി തുടങ്ങിയ വീണ വിജയൻ ഒരു ഭയവുമില്ലാതെ കന്നഡ ഹൈക്കോടതിയിലെത്തി ഒരു ഹർജി നൽകാൻ ധൈര്യം കാട്ടിയ സംരംഭക. സ്വന്തം സഹോദരനെ പോലെ ഒരാൾ ചെന്നൈയിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ. പക്ഷേ ചെന്നൈയിൽ കമ്പനി തുടങ്ങാതെ ബംഗളൂരുവിൽ കമ്പനി തുടങ്ങാനുള്ള ആർജവം. ഇത്തരം പശ്ചാത്തലത്തിൽ വേണം ഇന്നത്തെ കർണാടക ഹൈക്കോടതിയുടെ വിധി നമ്മളൊന്ന് പരിഗണിക്കാൻ. ഇപ്പോൾ വീണ വിജയൻ കൊടുത്തിരിക്കുന്ന ആ ഹർജി കർണാടക ഹൈക്കോടതി ഒറ്റ വരിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഹർജി നിലനിൽക്കുന്നതല്ല. എന്താണ് അങ്ങയുടെ പ്രതികരണം? ഈ ഹർജി നിലനിൽക്കുന്നതല്ലേ? അല്ല സോമൻ, എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അയച്ചെന്നൊരു വാട്സാപ്പ് സന്ദേശം ഞാൻ വായിക്കാം. അദ്ദേഹം ചോദിക്കുകയാണ്, നാളെ കർണാടകയിൽ ഹർത്താൽ ഉണ്ടാകുമോ? കർണാടകത്തിൽ ഡിഫിക്കാരുണ്ടെങ്കിൽ ബൂർഷ്വാ ജഡ്ജിയെ പ്രതീകാത്മകമായി നാട് കടത്തുന്ന പരിപാടി അവർക്ക് ആവർത്തിക്കണം. ഇവിടെ ഒരു മാടമ്പി ജഡ്ജിയെ കുറിച്ച് ഒരിക്കൽ പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പിന്നെ കോടതി രേഖകൾ സൂക്ഷിക്കുന്ന മുറി കത്തിക്കുക, മരുമകൻ്റെ വക ജഡ്ജിയുടെ ആഫീസ് തല്ലിത്തകർക്കുക എന്നീ ലളിത കലകൾ അവതരിപ്പിക്കാവുന്നതാണ്. ഇതാണ് എനിക്കൊരു സുഹൃത്ത്. ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം 2006 കേരള ഹൈക്കോടതിയിൽ നിന്ന് ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരെ ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിരുന്നു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് VK ബാലിയും ജസ്റ്റിസ് JB കോശിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ലാവലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. നമ്മൾ നാട് കടത്തി അദ്ദേഹത്തെ. അന്ന് SFI-കാർ പ്രതീകാത്മകമായി നാട് കടത്തി. അതിനുശേഷം ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചത് മുതൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെ DYFI-കാർ നാഗപ്രസന്ന എന്ന് പറയുന്ന ജഡ്ജി ബൂർഷ്വാ ജഡ്ജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രതീകാത്മകമായി നാട് കടത്തുമോ? ഇതാണ് എൻ്റെ മനസ്സിൽ ഉയർന്ന ആദ്യത്തെ ഒരു ചോദ്യം. കാരണം എന്താണെന്നറിയാമോ? കാരണം സോയ്മൻ തന്നെ പറഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ സൂര്യപുത്രി, ആ സൂര്യപുത്രിക്ക് ഇതുപോലൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് CPM-കാർക്കും DYFI-കാർക്കും അത് സഹിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് നാളെ ഇതുപോലെ ഹർത്താലോ ബന്ധമൊക്കെ ആയിരിക്കുമെന്ന് നാളെ നേരം വെളുക്കുമ്പോഴേ നമുക്കറിയാൻ കഴിയുള്ളൂ എന്നാണ് ആദ്യമായി അതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമത് നമ്മൾ അതിൻ്റെ നമ്മൾ കുറച്ച് ഹാസ്യാത്മകമായിട്ടാണ് അത് പറഞ്ഞത്. ഇനി അതിൻ്റെ ഗൗരവത്തിലേക്ക് വന്നാൽ സോയ്മന് ഏറ്റവും വലിയൊരു അടി പിണറായിക്കും എം പി ഗോവിന്ദൻ മാസ്റ്റർക്കും ഉൾപ്പെടെ കിട്ടിയിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ ഭാഷയിൽ മസ്തകത്തിൽ സംശയമൊന്നുമില്ല കാര്യത്തിൽ അത് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും യോജിച്ചത് ഒരു സമയമാണിതെന്നുള്ളതാണ്. എന്താണ് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്? ആ പോയിന്റ് എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു. ഇതാണല്ലോ പ്രധാനപ്പെട്ട പോയിന്റ്. ആ പോയിൻറ്റിൻ്റെ മേലാണ് ഒരു വലിയൊരു ഇടിത്തിയായിട്ട് ഇത് വീഴുന്നത്. കാരണം എന്താണ്? കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. എന്താ തള്ളിക്കളഞ്ഞത്? SFIO അന്വേഷണ ഉത്തരവ് റദ്ദാക്കണം എന്നായിരുന്നു ആവശ്യം. ആ ആവശ്യം ഉന്നയിക്കാൻ തിരഞ്ഞെടുത്ത അഭിഭാഷകനുണ്ടോ? ഞാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിശാലികൾ ഇവരുടെ പുറകിൽപ്പെടും. അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു 4-5-ാമത്തേക്ക് ഒരു അഭിഭാഷകനായിട്ടാണ് കണക്കാക്കുന്നത്. അതിബുദ്ധിമാനും ഭരണഘടനയെക്കുറിച്ചിട്ടൊക്കെ എത്രയോ അയാളുടെ പണ്ഡിതോചിതമായിട്ടുള്ള ലെക്ചറുകളാണെന്നുള്ളത് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അയാളെ അണിനിരത്തിയിട്ട്
ഇത് തള്ളിക്കളയണം, ഇത് റദ്ദാക്കണം എന്ന് വാദിച്ചു. വാദിച്ച 2-3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കമ്പനി ആക്ട് 2010 210 AC എന്ന് പറഞ്ഞിട്ടുള്ള ROCയുടെ അന്വേഷണം തുടരുകയാണ്. അത് തുടരാം, അത് തുടരുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അതാണ് അവിടെ പറഞ്ഞത്. നമ്മൾ ഇന്നലെ കണ്ടു, ഇന്നലത്തെ വാർത്ത പുറത്തു വന്നത് എന്താണ്? 2021 മുതൽ ഈ ROCയുടെ അന്വേഷണം തുടരുകയാണ്. പലതവണ വിളിച്ച് ഹാജരാകുകയൊക്കെ ചെയ്തു. ഇതിനപ്പുറം ഒരു സംശയം കൂടി വീണ വിജയൻ തൻ്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ SFIO കൂടി ഈ അന്വേഷണത്തിലേക്ക് പങ്കുചേരുകയാണെങ്കിൽ നാളെ ഒരുപക്ഷെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ CBIയോ പോലെയുള്ള ഏജൻസികൾ കൂടി ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന്, മറ്റ് ഏജൻസികൾ കടന്നു വരുമെന്ന് ആ ഭയം അവർക്കുണ്ടോ ഇപ്പോൾ? അല്ല സുഹൈമനെ, അത് തെറ്റാണെന്നാണ് എൻ്റെ വാദം. കാരണം കമ്പനി ആക്ടിൻ്റെ 2013 കമ്പനി ആക്ടിൻ്റെ 212 എന്ന് പറഞ്ഞ വകുപ്പിൽ പറയുന്നത് SFIO കോർപ്പറേറ്റ് മേഖലയിലെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ പിന്നെ ഒരു ഏജൻസിക്കും അന്വേഷണം നടത്താൻ കഴിയില്ല. അല്ല, അവിടെ നമുക്ക് ന്യായമായൊരു സംശയം തോന്നുന്നു. പിണറായി വിജയൻ ചെയ്തു കൊടുത്ത അനധികൃത ഇടപാടുകൾക്കുള്ള അഴിമതി പണമാണ് വീണ വിജയൻ്റെ അക്കൗണ്ടിലെത്തിയതെന്ന് മാത്യു കുഴൽനാടൻ കൃത്യമായ തെളിവുകളോടെ കേരളത്തോട് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം അവിടെ അഴിമതി നടത്തുമെന്നും അഴിമതി പണമാണ് വീണ വിജയൻ്റെ അക്കൗണ്ടിലെത്തിയതും എന്നല്ലേ? അങ്ങനെയെങ്കിൽ അഴിമതി അന്വേഷിക്കേണ്ടത് ആരാണ്? അല്ല, 100% സോയ്മനെ. അതായത് ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിൽ അവിടുത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കും എല്ലാവർക്കും പൈസ കൊടുക്കാറുണ്ട്, അത് ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ പണം കൊടുത്തതിൻ്റെ രേഖകൾ അവർക്ക് കിട്ടി. അതിന്മേലെ അബ്രീവേഷൻസ് പലത് PV എന്നൊക്കെ പറഞ്ഞ അബ്രീവേഷൻസ് വന്നു. അത് വന്നതിനെ തുടർന്ന് അതിൻ്റെ അപ്പുറത്തെ പേജിലാണ് അവർ പറയുന്നത് എന്താണ്, മുഖ്യമന്ത്രിയുടെ മകൾക്കും പൈസ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത് അഴിമതിയാണ്. അഴിമതിയാകുമ്പോൾ CBIക്ക് വരാം. കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ വകുപ്പുകൾ ഇതിനകത്തുള്ളതുകൊണ്ട് PMLA ആക്റ്റുമായി ബന്ധപ്പെട്ട് EDക്ക് വരാം. ഇതെല്ലാം തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അവർ പറഞ്ഞിരുന്നതാണ്, അവർക്ക് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ മൊമെൻ്റ് അവർ അന്വേഷണം ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ഒരു ഏജൻസിക്കും അത് അന്വേഷിക്കാൻ പാടില്ല. ഇതേ വാദം തന്നെയാണ് കർണാടകത്തിൽ വീണ ഉന്നയിച്ചത്. സമാന്തരമായി പോകുന്നു. പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ട് പറഞ്ഞു SFIയുടെ അന്വേഷണ പ്രകാരം അതിൻ്റെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ വേറെ അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫയൽ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ഇതാണ് പറഞ്ഞത്. സോ ഇങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഞാൻ പറഞ്ഞത് ഇതാണ്. അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയാണെന്ന് പറയുന്ന കേരള പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും വാദഗതി ഇതോടുകൂടി തീർന്നു. രാഷ്ട്രീയ വേട്ടയാടലും അസ്തമിക്കും ഇതോടെ. കാരണം കർണാടക ഹൈക്കോടതിയാണ്. തീർന്നു. രാഷ്ട്രീയ പ്രാധാന്യമൊന്നും അല്ല, ഞാൻ പറഞ്ഞത് തീർന്നു. അതിനേക്കാളൊക്കെ ഉപരി ഒരു സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഇങ്ങനൊരു വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ? CPM ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി പൊളിഞ്ഞുപോയി. കാരണം 2 ബാങ്ക് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്. 2 കമ്പനികൾ തമ്മിലാണ്. ബാങ്കിൽ കൂടെ ഉള്ളതാണ്. CMRL വിരോധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ വിജയനെ ന്യായീകരിക്കാനായിട്ട് താഴോട്ട് കൊടുത്തിരുന്നത്. അത് മുഴുവൻ ഇതിനകത്ത് പോയി എന്നുള്ളത് കൊണ്ട് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പാർട്ടി അണികളുടെ മുമ്പിൽ ഈ പെട്ടെന്ന് ഒരാൾ തുണി ഒഴിച്ച് കാണിച്ച പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഏറ്റവും പെട്ടെന്ന് വിവസ്ത്രനായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ കുറച്ച് വക്കീലന്മാർ പണക്കാരാവും ഇതുവഴി. കാരണം ഒറ്റ മിനിറ്റ് CS വൈദ്യനാഥന് 75 ലക്ഷം കൊടുത്തു, അയാളൊരു കോടീശ്വരനാകാൻ പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത വക്കീലിന് ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ചിൽ കിട്ടും. അത് തോറ്റി കഴിയുമ്പോഴത്തേക്ക് സുപ്രീം കോടതി പോകുമ്പോഴത്തേക്ക് അവിടെ കപിൽ സിബലിന് ലക്ഷങ്ങൾ കിട്ടും. അപ്പോൾ കുറേ ആത്യന്തികമായി ഖജനാവിൽ നിന്നും, പിണറായി വിജയൻ്റെ ഖജനാവിൽ നിന്നും, സംസ്ഥാന ഖജനാവിൽ നിന്നും കുറേ പണം അഭിഭാഷകർക്ക് പോകുന്നതല്ലാതെ ഒരു ഗുണവും ഇതിനകത്ത് ഉണ്ടാകും. ഈ കേസ് വിധി വന്ന നിമിഷം മുതൽ വളരെ വിദഗ്ധരായിട്ടുള്ളവർ കേസിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് ചില തലങ്ങൾ, ഒന്ന് ഈ വിധി പിണറായി വിജയൻ എന്ന ഭരണാധികാരിയിൽ ഉണ്ടാക്കുന്ന ക്ഷതങ്ങൾ എന്തൊക്കെയാവും? ഇനി പിണറായി പൂർണ്ണമായും ഒരു കുടുംബസ്ഥനാണ്,
കുടുംബവുമായി ചേർന്ന് നിൽക്കുന്നയാളാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. വിദേശയാത്രകൾ പോകുമ്പോൾ പോലും മകളെയും മകളുടെ മകനെയും ഒക്കെ ഒപ്പം ചേർക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം സാധാരണ പാർട്ടിക്കാർക്ക് മുൻപിൽ ഒട്ടും ഭയമില്ലാത്ത, മറ്റുള്ള രാഷ്ട്രീയ ശത്രുക്കളെ നേരിടുന്ന, ധാർഷ്ട്യത്തോടെ നിൽക്കുന്ന ഒരു അഹങ്കാരത്തിൻ്റെ ആൾ രൂപമായൊക്കെയാണ് ഇതുവരെ നിന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ കേരള വീഴ്ചയിലേക്ക് ഉറ്റുനോക്കുന്നത്. എന്താണ് അങ്ങയുടെ ഒരു തോന്നൽ? പിന്നെ രണ്ട് തരത്തിൽ അതിനെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, രാഷ്ട്രീയമായി പിണറായി വിജയൻ ഇതെന്തുണ്ടാക്കാമെന്ന് പ്രത്യാഘാതം എന്താണ്? അത് ഈ പറഞ്ഞതുപോലെ അൺപ്രസിഡൻ്റാണ്, അത്യഭൂതപൂർവമാണ്. വലിയ അതിഗുരുതരമായിട്ടുള്ള പരിക്ക് പിണറായി വിജയന് ഏൽക്കാൻ പോവുകയാണ്. കാരണം പിണറായി വിജയൻ തന്നെ അറിയാം പിണറായി വിജയൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. പക്ഷേ അധികാരമുള്ളത് കൊണ്ടും സ്ഥാനങ്ങളിലുള്ളത് കൊണ്ടും അത് വീതിച്ചു കൊടുത്താണ് നിൽക്കുന്നത്. അവിടെ ഇനി പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ എതിർപ്പ് കിടന്ന് തിളയ്ക്കുകയാണ്. അത് അണികളുടെ മാത്രമല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചത് നേതാക്കന്മാരുടെ ഇടയിലും അത് കൂടുതൽ ശക്തിപ്പെടാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ്. അതും പിണറായി വിജയൻ്റെ സ്വന്തം റിസ്ക്കാണ്. ഡിവിഷൻ ബെഞ്ചിനോട് തള്ളിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു വശത്ത് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന ഒരു തിരിച്ചടി, പിണറായി വിജയൻ ചെയ്യുന്ന ഈ പണികൾ കൊണ്ട് മൊത്തം പാർട്ടിക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ള ചർച്ച പാർട്ടിയിൽ സജീവമാണ്. അത് രാഷ്ട്രീയമായി ഉണ്ടാകുന്നു. വ്യക്തിപരമായി ഉണ്ടാകുന്ന തിരിച്ചടിയുണ്ട്. അത് സ്വയം പറഞ്ഞാൽ വളരെ നിർണായകം. കുടുംബസ്ഥനാണ്. മറ്റു പല രാഷ്ട്രീയക്കാരുമൊക്കെ തന്നെ മക്കളുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് അത് മക്കളുടെ വഴിയെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിയെ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ മകളെ സ്വന്തം ഈ പറഞ്ഞ പോലെ ചിറകിനടിയിൽ നിർത്തിയാണ് ഓരോ ഘട്ടത്തിലും അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. മരുമകനെ പോലും വിവാഹം കഴിപ്പിച്ചയച്ചത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മന്ത്രിയെ ആക്കി തൊട്ടടുത്ത വീട്ടിൽ താമസിപ്പിക്കുന്നു. അവരുടെ കാര്യവും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നോക്കുന്ന ഒരു ഗ്രഹനാഥനാണ്. അത് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. പണ്ടെങ്ങോ ഈ ജോസഫ് സി മാത്യുവിനെ പിണറായി വിജയൻ കാണാൻ വേണ്ടിയിട്ട് AK സെൻറ്ററിലേക്ക് വിളിച്ചത്. അപ്പോൾ ജോസഫ് സി മാത്യു എന്നെന്തോ IT ഉപദേഷ്ടാവോ എന്തായാലും IT വിദഗ്ധൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പിണറായി വിജയൻ ജോസഫ് സി മാത്യുവിനോട് ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഈ ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനി എങ്ങനെയാണ്, അവിടെ ജോലി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് മകളുടെ കാര്യം മാത്രമേ അയാൾക്ക് ചോദിക്കാനുള്ളൂ എന്നും അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിണറായി വിജയൻ തന്നെ വിളിച്ചെന്നും ജോസഫ് സി മാത്യുവിനോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിനി മകളുടെ വളർച്ച സംബന്ധിച്ച് ഞാനൊന്ന് എടുത്ത് നോക്കരുത്. 2004 മുതൽ 2010 വരെ ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയിലെ കൺസൾട്ടൻ്റ് ആയിരുന്നു. കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ചീള് സ്ഥാനമാണ്, അറിയാമല്ലോ. ആ 2010 കഴിഞ്ഞ് 2012 മുതൽ 2014 വരെ വില വഹിക്കുന്ന സ്ഥാനം എന്നറിയോ? രവി പിള്ളയുടെ RP ഇൻഫോക്റ്റിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ 25-30 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ സ്വയം പറഞ്ഞ് ഈ ഗൃഹസ്ഥരാണെന്നുള്ളതിന് വേറൊരു ഉദാഹരണം എന്താണ്? മകളെ കോയമ്പത്തൂർ കൊണ്ട് അമൃതാനന്ദരുടെ പ്രവേശന പരീക്ഷ പോലും എഴുതാതെ ചേർത്തു. 2014 സ്വന്തം ഭാര്യയ്ക്ക് കിട്ടിയ പിച്ചക്കാശായിട്ടുള്ള പെൻഷൻ തുക കൊടുത്ത് അവരെ കർണാടകത്തിൽ. അതിനുശേഷവും ആ കമ്പനിയുടെ വളർച്ച മുഴുവൻ അച്ഛൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. മനസ്സിലായി? അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ കുടുംബസ്ഥനും ഇത്രയും കൂടുതൽ മകൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നതുമായിട്ടുള്ളൊരു പിതാവ് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. ആ ചൂമ്മൻ ഈ പറഞ്ഞ പോലെ അച്ഛ എന്ന് വിളിക്കുന്നത് കൊണ്ട് അച്ഛനാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. വല്ലപ്പോഴും വരും, കാണും, പോവും. മനസ്സിലായില്ലേ? അങ്ങനെ പലരുടെയും നമ്മൾ കണ്ടു. പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ വ്യക്തിഗതമായി പിണറായി വിജയൻ്റെ ഏറ്റവും പരീക്ഷണ ഘട്ടത്തിലൂടെ ഇനി പിണറായി വിജയൻ കടന്നു പോകാൻ പോകുന്നത്. കാരണം നമ്മുടെ ഭരണത്തെ ബാധിക്കും. സോമന എന്നോട് പല ആളുകളും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അയാൾക്ക് ബോധമൊക്കെ, ഞാനിതൊരു ഹാസ്യാത്മകമായി പറയുന്നല്ലേ, പറഞ്ഞാൽ തലകറങ്ങി വീഴുമോ എന്ന് പോലും എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണ് ഈ വിധിയുടെ ഇമ്മീഡിയറ്റ് പ്രത്യാഘാതം? എന്താ ഈ വിധിയുടെ ഇമ്മീഡിയറ്റ് പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ SFIOയ്ക്ക് മുന്നോട്ട് പോകാൻ നീതിന്യായ വ്യവസ്ഥയുടെ ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുകയാണ്. അതെ, ചെറിയ കാര്യമല്ല. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ചോദ്യം ചെയ്യപ്പെടും. അതെ, അതാണ് ആദ്യ ഘട്ടം. ഈ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താ? മാധ്യമശ്രദ്ധ. അതൊരു വശത്ത് അതിഭീകരമായിട്ടുള്ള മാധ്യമശ്രദ്ധ. മറുവശത്ത് ഈ വീണാ വിജയൻ എന്ന് പറഞ്ഞവർ അവർ ഇത്രയും നാൾ നേടിയതെല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുടെ ചിറകിനടിയിൽ ഇരുന്നുകൊണ്ടാണ് അവരിത് മുഴുവൻ നേടിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? പക്ഷേ SFIO പോലെ അറസ്റ്റിന് പോലും അധികാരമുള്ള ഒരു
അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പോവുകയും ഇതെല്ലാം അനധികൃതമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അവർ വല്ലാതെ പതറും. മനസ്സിലായി? അപ്പോൾ അവരുടെ പതർച്ച എത്രത്തോളം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയും, എത്രത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞ പിതാവിന് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ, മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. നിയമസഭയിൽ മാത്യു കൊള്ളനാടിന് നേർക്ക് ചീറിയ പുലി വരുന്ന പോലെ ചീറി അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം പോലും തലകുനിക്കാതെ എനിക്ക് പറയാൻ കഴിയും ഈ കൈകൾ ശുദ്ധമാണ്. അതെ അത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാളാകെ അസ്വസ്ഥനാവും. രണ്ട്, ഇനി ചോദ്യം ചെയ്തിട്ട് തൃപ്തികരമായിട്ടുള്ള രേഖകൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായും റെയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ KSIDCയിലും CMRലും റെയ്ഡ് കഴിഞ്ഞു. അല്ല, പക്ഷെ അത്തരം റെയ്ഡുകൾ ഉണ്ടായാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കാൻ CPMന് കഴിയില്ലേ? സോമന, ഒരിക്കലും കഴിയില്ല. എന്താ കാര്യം? എന്താ, കോടതിയുടെ അനുവാദം അന്വേഷണത്തിന് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഇതിനകത്തെ പ്രശ്നം, മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇന്ന രേഖകളാണ് ചോദിച്ചത്, ആ ഇന്ന രേഖകൾ ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരവും ഭയാനകവുമായിട്ടുള്ളൊരു പ്രതിസന്ധിയിൽ ചെന്നാണ് അവർ ഈ വിധിയിലൂടെ പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് പോകാവുന്ന അവിടെ ഡിവിഷൻ ബെഞ്ചിലാണ്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ സോമനെ, ഒരു സ്ഥലത്ത് നെഗറ്റീവ് വിധി കിട്ടിക്കഴിഞ്ഞിട്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ, ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഡിവിഷൻ ബെഞ്ചിൽ ചെല്ലുമ്പോൾ ഞാൻ ചീഫ് ജസ്റ്റിസിൻ്റെയും കൂടെ VG അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജിൻ്റെ മുന്നിലാണ് ഞാൻ ചെയ്തത്. വളരെ നെഗറ്റീവായിട്ടാണ് ചീഫ് ജസ്റ്റിസ് തുടങ്ങുന്നത് തന്നെ. കാരണം എന്താണെന്ന്, അവരുടെ ഒരു സഹപ്രവർത്തകൻ്റെ ബെഞ്ചിൽ നിന്ന് തള്ളപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ പിന്നീട് അവസാനം എനിക്കത് അനുകൂലമായി പിന്നീട് വന്നു, നമ്മുടെ വാദത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു നെഗറ്റീവ് ഉണ്ട്. ഒന്ന്. രണ്ട്, ജഡ്ജിമാർക്ക് വലിയ അപ്രിഹെൻഷൻ ഉണ്ടാവും ഇത് ചെല്ലുമ്പോൾ. എന്താണ്, ഇതൊരു മുഖ്യമന്ത്രിയുടെ മകളാണ് ചെല്ലുന്നത്, മനസ്സിലായി? ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ ഇത്രയും വലിയ ജഡ്ജിയെ കൊണ്ട് ചെല്ലാൻ പറ്റും. അപ്പം സ്വാഭാവികമായും വളരെ അപ്രിഹെൻസീവായിട്ടുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലേക്കാണ് ഇവർ ചെല്ലാൻ പോകുന്നത്. വാദം കൂടെ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും ക്ഷീണത്തിലേക്ക് പോകും. കാരണം എല്ലാ വാദങ്ങളും ഇവർക്കെതിരാണ്, മനസ്സിലാവും? അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഇതിനകത്തുള്ള വലിയൊരു കടമ്പ എന്താണെന്നറിയോ? ഇതിനകത്തുള്ള വലിയൊരു കടമ്പ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്താകട്ടെ ഡോളർ കള്ളക്കടത്താകട്ടെ, അതിലൊക്കെ തന്നെ പിണറായി വിജയനെതിരെ ഉള്ളത് പ്രതികളുടെ മൊഴികളാണെങ്കിൽ, ഇതിൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഗവൺമെൻറ് വന്നിട്ട് പറയുന്നതാണ്, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ജുഡീഷ്യൽ ഓർഡറിൽ ഉള്ള ഫൈൻഡിങ്ങിനെതിരായിട്ടാണ് ഇവർ വന്നത് എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നത്തിൽ ഇവർ ചെന്ന് വീഴും. അതുകൊണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒരുപക്ഷെ പിണറായി വിജയൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള അത്യസാധാരണമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് പിണറായി വിജയൻ നേരിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എങ്ങനെയാണ് ഇത് തരണം ചെയ്യാമെന്ന് എനിക്കറിയില്ല. പ്രതിസന്ധികളിൽ പിണറായി വിജയൻ ഒരു അജയ്യതയുടെ ആൾരൂപമായി മാറിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അച്യുതാനന്ദൻ കത്തിക്കാള് നിന്നിരുന്ന കാലഘട്ടത്തിൽ അന്ന് കേരളത്തോട് പിണറായി വിജയൻ പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. അന്ന് അച്യുതാനന്ദനെ വേദിയിലിരുത്തി ഈ കടലിൽ നിന്ന് ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളമെടുത്താൽ അതിന് ഓളമില്ലാ തിരയില്ല. ആ ഓളവും തിരയും നിറഞ്ഞ CPM എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ആൾരൂപമായി നിൽക്കുന്ന പിണറായി വിജയന് സ്വാധീനവും ശക്തിക്കും എന്തെങ്കിലും കുറവുണ്ടാകുമോ? സുമൻ, ഇത് നമ്മൾ ലോക ചരിത്രം നോക്കിയാലും ഇതുപോലെ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ ഗോർബച്ചേവ് മുതൽ ചെഷസ്കോ മുതൽ ആ തുടക്കത്തിൽ സ്റ്റാലിൻ മുതൽ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി മുതൽ ഉള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ഓരോരോ ഘട്ടങ്ങളിൽ ലോകത്തിലും ഇന്ത്യയിലും നിന്നിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ അവസാനം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം സോയ്മൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാം. 2005 ഫെബ്രുവരി 17 മുതൽ 23 വരെ മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിലേക്ക് VS അച്യുതാനന്ദൻ 8 ജില്ലയുടെ ഭൂരിപക്ഷമായിട്ടാണ് പോകുന്നത്. 8 ജില്ല. ആ 8 ജില്ലയുടെ ഭൂരിപക്ഷത്തിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും പോപ്പുലാരിറ്റിയിൽ നിൽക്കുകയാണ് VS അച്യുതാനന്ദൻ. പക്ഷേ അവിടുന്ന് VS അച്യുതാനന്ദൻ വന്നത് എങ്ങനെയാണ്? പൂജ്യമായിട്ടാണ് വന്നത്. 12 പേര് മത്സരിച്ച് 12 പേരും തോൽപ്പിച്ചു. അപ്പോൾ എങ്ങനെയാണ്? എല്ലാ വൃത്തികേടുകളും ചെയ്തു അച്യുതാനന്ദനെ തോൽപ്പിച്ച് മൂലയിലിരുത്തി. അവസാനം അച്യുതാനന്ദൻ കാരണം 10 വർഷം മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ വീണ്ടും അച്യുതാനന്ദനെ മൂലയിലിരുത്തി. പക്ഷേ ഇത് കൽപ്പാന്ത കാലത്തോളം ഇത് നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി മറികടന്ന് പോകാൻ പിണറായി വിജയന് കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ കാരണം, പിണറായി വിജയന് ഇപ്പോഴും ഓപ്ഷൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സോമിനോട് ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പോൾ ഇന്നലെ വന്ന വാർത്ത പ്രകാരം പറയുന്നതാണ് 2021 മുതൽ ROCയുടെ അന്വേഷണം നടക്കുകയാണ്.
2021 ജനുവരിയിലോ മറ്റോ ഇവരവിടെ ആ സമയത്തൊക്കെ അവർ ഹാജരായി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഈ 2021 ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞ പ്രത്യേകത എന്താ? ഇലക്ഷന് തൊട്ട് മുമ്പായിരുന്നു, നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പ്. ആ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള വാർത്ത വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇലക്ഷന് പോലും പിണറായിയും തോക്കുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ BJP-കാരെന്ത് ചെയ്തു? അത് രഹസ്യമാക്കി വെച്ചു. ഞാൻ പറഞ്ഞത് വലിയൊരു ഗൗരവമായ ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. BJP-കാരത് രഹസ്യമാക്കി വെച്ചതുകൊണ്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള ഒരു കാരണമെന്ന് പോലും വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഈ കാര്യത്തിൽ ചില ഓപ്ഷൻസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ഓപ്ഷൻസിന് സാധ്യത കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേരള ഹൈക്കോടതിയിലുള്ള കേസാണ്. കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് കൊണ്ടുപോയി കൊടുത്ത ആ ഒരു കേസുണ്ട്. അത് നിർണായകമാണ് ഈ വിഷയത്തിൽ. 1. 2, ആ കേസ് കേൾക്കുന്നത് ദേവൻ രാമേന്ദ്രനാണ്. അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ജഡ്ജാണ് അത് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ ആ പാളിച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചാൽ അത് വലിയൊരു സാധ്യതയാണ്. അത് വേറൊരു കേസിനുമില്ല. മനസ്സിലാവും. അപ്പോൾ അത് വളരെ നിർണായകമാണ്. അപ്പോൾ ആ കോടതി ഇടപെടൽ യഥാർത്ഥത്തിൽ SFIയുടെ അന്വേഷണം ഇത്ര സജീവമായി വരാൻ കാരണവും ഷോൺ ജോർജ് എടുത്ത കേസും അതിൽ കോടതി എടുത്ത നിലപാടുകളുമാണ്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ മറ്റ് ചില റിപ്പോർട്ടുകൾ 2021 മുതൽ SFI കേസ് അന്വേഷണം നിരീക്ഷിച്ച് വരുന്നതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. അല്ല, അത് ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ 2021 മുതൽ ഉണ്ടായിരുന്ന ROCയുടെ അന്വേഷണം, ROCക്കൊപ്പം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ശരി. പക്ഷേ നിരീക്ഷണം മാത്രമായിരുന്നു, അന്വേഷണം നടന്നുകൊണ്ടിരുന്ന ROCയുടെ അന്വേഷണം ഒരു പല്ലുന്നകമില്ലാത്ത അന്വേഷണമാണ്. അതുകൊണ്ടാണ് ROCയുടെ അന്വേഷണത്തിൽ വീണാ വിജയൻ പോലും കർണാടക ഹൈക്കോടതി ചലഞ്ച് ചെയ്തില്ല. മനസ്സിലായി. അപ്പോൾ ഈ കോടതി കേസ് ഇതിൽ വളരെ നിർണായകമാണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒത്തീർപ്പിനുള്ള ശ്രമങ്ങൾ വന്നാൽ കോടതിക്ക് അതിനകത്ത് ഇടപെടാനുള്ളൊരു സ്പേസ് കിടപ്പുണ്ട്. കേരള ഹൈക്കോടതിയിലെ കേസ് ഇപ്പോൾ 26-ാം തീയതിക്ക് വെച്ചിരിക്കുകയാണ്. മനസ്സിലായി. അപ്പോൾ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ ഒരു CPM ഉന്നതൻ യാദൃശ്ചികവശാൽ എന്നോട് പറഞ്ഞു, KM ഷാജഹാനും സോയിബാനും ഒക്കെ എത്ര വേണേലും ചർച്ച ചെയ്തു, പക്ഷേ ആത്യന്തികമായി ഇത് പിണറായി വിജയനും LDFന് അനുകൂലമായി വരും. സമാനമായ ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിങ്ങളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയ എല്ലാം കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ അത് പിണറായി വിജയന് ഒരു അനുകമ്പ ഉണ്ടാക്കാനേ ഇടവരുത്തിയുള്ളൂ. ഇവിടെയും ഒരു സിമ്പതി വേവ് വർക്കൗട്ട് ചെയ്യും. വീണാ വിജയനെ ഒറ്റതിരിഞ്ഞ് എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നു എന്ന പ്രതീതി കേരളത്തിൽ വളർത്താൻ CPMന് കഴിയും എന്നൊക്കെ അദ്ദേഹം എന്നോട് വാദിക്കുകയുണ്ടായി. അത് വാദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് എത്ര ശക്തിയുക്തം അത് വാദിച്ചാലും 2021 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കാനുള്ള 2 കാരണങ്ങൾ, ഒന്ന് കോവിഡും ഒന്ന് പെൻഷനും കിറ്റുമായിരുന്നു എന്നുള്ളത് ഈ സോയിമോനെ വിളിച്ച ഈ ഉന്നതൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. ഇനി ഞാനൊരു കാര്യം കൂടെ സോയിമോനോട് പറയട്ടെ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മൈനസ് കോവിഡ് കിറ്റ് പെൻഷനായിരുന്നെങ്കിൽ 40 സീറ്റ് കിട്ടില്ലായിരുന്നു. ഒരു സംശയവും കരുതില്ല. കാരണം ഒരു ഡസനോട് അഴിമതി ആരോപണങ്ങൾ കിടപ്പുണ്ടായിരുന്നു. ആ അഴിമതി ആരോപണങ്ങളെല്ലാം കോവിഡും കിറ്റും പെൻഷനും വെച്ചാണ് തടഞ്ഞത്. ഇനിയും പിണറായി വിജയന് ജയിക്കാൻ പറ്റും. പിണറായി വിജയൻ പ്രാർത്ഥിക്കണം. എന്തിനാണ്? കോവിഡ് വരണമേ, അല്ലെങ്കിൽ ഒരു പ്രളയം വരണമേ എന്ന് പ്രാർത്ഥിച്ച് അത് വല്ലതും വന്നാലല്ലാതെ ഒരു മഹാദുരന്തത്തിനും ഒരു മഹാപ്രളയത്തിനും മാത്രമേ പിണറായി വിജയനെ ഇനി രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അംബാനിയോ അദാനിയോ ആക്കി സ്വന്തം മകളെ വളർത്താമെന്നൊന്നും പിണറായി വിജയൻ നിരൂപിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്തിനാണ് ഇത്ര വലിയ ഒരു ആർത്തി പലപ്പോഴായി അവരുടെ ഭാഗത്തു നിന്ന് പ്രകടമായത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ്. ആ ആദർശ ശുദ്ധിയോടുകൂടി തന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതം കടന്നുപോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കുടുംബത്തിന് വേണ്ടതൊക്കെ ആർജിച്ചെടുക്കാൻ സ്വാഭാവിക രീതിയിൽ തന്നെ കഴിയുമായിരുന്നു. എവിടെയാണ് അവർക്ക് പാളിച്ച പറ്റിയത്? അല്ല സോയിമനെ, ഞാൻ അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ സോയിമനോട് പറഞ്ഞിട്ടുണ്ട്, സോയിമൻ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒന്നും ഉള്ള ഒരാളല്ല ഇയാൾ കൊട്ടയ്ക്കകത്ത് ഇറക്കുന്ന ഒരു തിരിവാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ നല്ല ഓറഞ്ചുകളെല്ലാം എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ചീഞ്ഞ ചില ഓറഞ്ചുകൾ കിടക്കുക, അതുപോലെ ഒരു തിരിവ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഒരു പാർട്ടിയെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടി കേരളത്തിന്റെ ഭരണം നീണ്ട 2ാം ടേമിലേക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ അതിശക്തനായ. അതെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ല ഒരു നേതൃത്വ പാഠമെന്ന് പറയും. നേതൃത്വ പാഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയെ അജഞ്ച
മായി അഴിമതിരഹിതമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നേതൃപാഠവും. അതുള്ള ആളല്ല ഒന്ന്. എന്ന് മാത്രമല്ല അതിൻ്റെ മറുവശമാണ് പിണറായി വിജയൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോയ്മൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. എന്താണ്? വീണ വിജയന് കാനഡയിൽ എന്തോ അല്ല ഞാൻ പറഞ്ഞോട്ടെ. അതിനെ ഈ ലളിതമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അല്ല, അതിൻ്റെ കുറച്ചുകൂടി ഞാൻ യഥാർത്ഥ വശങ്ങളിലേക്ക് കടന്നിരുന്നു. സ്കൈ 11 അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണ് കാനഡ നിയമം അനുസരിച്ച്. പക്ഷെ അവിടെ ഒരു ഒറ്റ സ്റ്റാഫ് പ്രവർത്തിക്കുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു യുവാവാണ് സായിബാബ. അല്ല, സായിബാബയ്ക്കപ്പുറം വേറൊരു യുവാവും കൂടി ഉണ്ടതില്ല, ആദ്യം തൊട്ട് എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള. പിന്നീട് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വന്ന വാർത്തകൾക്ക് പിന്നിൽ ചില സൈറ്റുകളിൽ വീണ വിജയൻ്റെ ഓണർഷിപ്പാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ വീണ വിജയൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഭയങ്കര വിസിബിളായിരുന്നു. ഏതെങ്കിലും തരത്തിൽ തൻ്റെ പേര് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് വീണ വിജയൻ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇതിനെതിരെ പരാതി കൊടുക്കാമായിരുന്നു. ഇത്തരം ഒരു വിവാദം വളരുന്നവരെ കാത്തിരിക്കേണ്ടിയിരുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചില ദുരൂഹതകൾ നിൽക്കുന്നു. അല്ല സോയ്മൻ, ഒരു കാര്യം സോയ്മൻ പറഞ്ഞതൊക്കെ ചിലപ്പം വസ്തുക്കളായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? ഒരു കമ്പനി അവിടെ തുടങ്ങിയിരിക്കുന്നു. ഒരു കമ്പനിയുണ്ട്. വീണ വിജയന്. അല്ല, വീണ വിജയൻ അതിൻ്റെ 1% ഡയറക്ടറാണെന്ന് പറയുന്ന ഒരു കമ്പനി 2023 മാർച്ചിലോ ഏപ്രിലോ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. വീണ വിജയൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെ ഒരു കമ്പനി ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് തെറ്റാണ്. ഇതിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യുമെന്നുള്ളൊരു വർത്തമാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ലളിതമായി അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളൊരു വാദമാണ് ഞാൻ ഉന്നയിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് കാനഡയിലാണ്. രണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം SNC ലാവലിൻ്റെ കേന്ദ്ര ഓഫീസ് നിലനിൽക്കുന്ന ടൊറോണ്ടോയിലാണ്. അടുത്തടുത്താണ്. മൂന്ന്, ലാവ്ലിനുമായി പിണറായി വിജയൻ്റെ ബന്ധം തുടരുന്നുണ്ട്. ഈ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ഓഫീസ് കെട്ടിടത്തിൻ്റെ മുന്നിലൂടെ ഞാൻ വളരെ റീസെൻ്റ്ലി ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. അതെ, പക്ഷേ ആ വാർത്ത കിട്ടിയില്ല. അതുകൊണ്ട് ലാവ്ലിനുമായിട്ട് പിണറായി വിജയൻ്റെ ബന്ധം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഈ 2019 ഒരു മസാല ബോണ്ട് വന്നില്ല. ആ മസാല ബോണ്ട് വന്നപ്പോൾ അതിനകത്തൊരു കമ്പനി ലാവലിൻ്റെതായിരുന്നു. ഇനി ലാവലിൻ്റെ കാര്യം ആദ്യാവസാനം പരിശോധിച്ച ഒരാളെന്നുള്ളതിൽ ഞാൻ പറയട്ടെ. എന്തായിരുന്നു ലാവലിൻ്റെ അഴിമതി ഇടപാട്? അതായത് പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം എന്ന് പറഞ്ഞ 3 ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് ടെൻഡർ വിളിച്ചു. നമ്മൾ ഒരുപാട് വിഷയത്തിൽ ഒറ്റ മിനിറ്റ് അത് വിളിച്ചപ്പോൾ ടെൻഡർ വെക്കുന്നതിന് പകരം ലാവ്ലിൻ കമ്പനിക്ക് ഉയർന്ന തുകയ്ക്ക് കൊടുത്താൽ ലാവ്ലിൻ കമ്പനി 100 കോടി രൂപ മലബാർ ക്യാൻസർ സെൻറ്റർ തരുമെന്ന് പറഞ്ഞു. ആ മലബാർ ക്യാൻസർ സെൻറ്ററിന് തന്ന 100 കോടി രൂപയിൽ 12 കോടി രൂപ മാത്രമേ ടെക്നിക്കാലി എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കിട്ടിയുള്ളൂ. ആ കമ്പനി പിന്നെ ഇല്ലാതായി. 87 കോടി രൂപ എവിടെ പോയെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ ഇതുപോലുള്ള ദുരൂഹതകൾ അതിനകത്ത് കിടപ്പുണ്ട്. ആ ദുരൂഹതകൾ കിടക്കുമ്പോൾ ഇവരുടെ പേരിൽ ഒരു 1% കമ്പനി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് എനിക്കുള്ള ദുരൂഹത എന്താണെന്നറിയാം സോയ്മാനെ? ഇവിടെ വാലയത്തിൽ പിടിച്ച് ഓടുകയാണ് അവർ. ഇവിടെ വാലയത്തിൽ പിടിച്ച് ഓടുമ്പോൾ അവിടെ കമ്പനി തുടങ്ങുകയാണ് സോയ്മാനെ. അതെങ്ങനെ? 83 കമ്പനി തുടങ്ങും, നമുക്ക് അവിശ്വസനീയം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് 2023 അവർ കമ്പനി തുടങ്ങിയിട്ടില്ലെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ ചോദിക്കുന്നത് ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ പില്ലർ ടു പോസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അവരവിടെ കമ്പനി തുടങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കമ്പനി ഉണ്ടോ സഖാവേ ഒരു മാസപ്പടി വാങ്ങാൻ? സോയ്മോനെ ഞാൻ പറയട്ടെ, കമ്പനി ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എൻ്റെ പേര് കള്ളത്തര നടക്കുന്നവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനെ ഒന്നും വളരെ ലളിതമായി നമ്മൾ കാണരുത്. ഞാൻ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താണെന്നറിയോ? ഇതെല്ലാം ഷെൽ കമ്പനികളാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ടെക്നിക്കാലിയ ഇതുപോലത്തെ ഒരു കമ്പനിയായിരുന്നു, ഇപ്പം ഇല്ല, പോയി. പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് മറ്റേ കമല എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് സിംഗപ്പൂരിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കമ്പനി, അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ആ കമ്പനിയും തങ്ങൾ അന്വേഷിച്ച സമയത്ത് അവിടെ ഇല്ല എന്നാണ് ശ്രീ ആർ മോഹൻ റിപ്പോർട്ട് ചെയ്തത്. ഏത്? അന്വേഷിച്ച സമയത്ത് അവിടെ ഇല്ല. ശരിയാ, ഉണ്ടെന്ന് നമ്മളും പറയും. അതും ഷെൽ കമ്പനിയായിരുന്നു. എക്സാലോജിക്കും ഷെൽ കമ്പനിയാണ്. ഈ പറഞ്ഞ സ്കൈയും ഷെൽ കമ്പനിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് എന്താണെന്നറിയോ? ഉണ്ടാക്കിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള പണങ്ങൾ വിദേശത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെൽ കമ്പനികളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ എക്സാലോജിക്ക് പൂട്ടിയപ്പോഴത്തേക്ക്. പക്ഷേ കാനഡയെ സംബന്ധിച്ച് അവിടെ ഒരു പ്രൈവറ്റ് കമ്പനി ആവട്ടെ, ബാങ്ക് ട്രാൻസാക്ഷൻസ് അവിടെ മുഖ്യമായി നടക്കും. അവിടെ ബാങ്കിൽ വരുന്ന പണത്തിന് സോഴ്സ് കൊടുക്കണം, ഒരുപാട് നിബന്ധനകളുണ്ട്. അത്ര എളുപ്പമല്ല.
ദുബായ് പോലെ സോയ്മോനെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ചില ദുരൂഹതകളുണ്ട്, വ്യക്തമാണ്. ആ ദുരൂഹതകൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം കാനഡയുമായി ബന്ധപ്പെട്ട് സോയ്മൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കാനഡയിലുള്ള ലാവ്ലിൻ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇയാളുടെ ഈ ആരോപണങ്ങൾ മുഴുവൻ ഉയർന്നു വന്നിട്ടുള്ളത്. അല്ല, ഇത് പലതും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലോജിക്കിന് നിരക്കുന്നില്ല. ഇതുപോലൊരു കമ്പനി ഉണ്ടാക്കി അക്കൗണ്ടിലേക്ക് പൈസ വാങ്ങുക, മറ്റൊരു കമ്പനി ഉണ്ടാക്കുക, ഷെൽ കമ്പനികളിലൂടെ അഴിമതി നടത്തുക, ഇതിനൊക്കെയുള്ള ഒരു സാമാന്യ ബോധമില്ലേ വീണ വിജയന്? സോമനെ, ഞാൻ ഇന്നലെ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ക്രൈം നന്ദകുമാറിനെ കണ്ടിരുന്നു. അപ്പോൾ നന്ദകുമാർ എന്നോട് പറഞ്ഞു, ഷാജാനെ പല കാര്യങ്ങളും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഷാജാനോട് പറയുമ്പോൾ എന്നോട് തട്ടിക്കയറിയിട്ടുണ്ട്. എന്താണത്? പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ അത് ശരിയാണ് എന്ന് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് ഇപ്പം സോയ്മനോട് പറയുന്നത്, പിണറായി വിജയൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്താരാഷ്ട്രമായി ഉണ്ടാക്കിയ പണം പാർക്ക് ചെയ്യലുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ ഈ കുഴപ്പത്തിലേക്ക് പോകുമ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന, കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് ഇവർ കാനഡയിൽ ഇത് തുടങ്ങിയത്. ഇത് കാനഡയിൽ തുടങ്ങിയത് തെറ്റാണെങ്കിൽ അവർക്ക് പറഞ്ഞുകൂടെ, അങ്ങനെ ഒരു കമ്പനി എന്നെ സംബന്ധിച്ച് അവിടെ ഇല്ല, അത് അബദ്ധമാണ്, അത് തെറ്റാണ്, പൊട്ടത്തരാണ് എന്നവർക്ക് പറഞ്ഞൂടെ? അവർ പറഞ്ഞില്ല. അപ്പോൾ സോയ്മോനെ ഞാൻ പറയുന്നത്, പിണറായി വിജയൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ പറയുന്ന ഒരു ലെവലിലല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രവാസി മലയാളിയുടെ ബിസിനസ് സംരംഭം, ആ ബിസിനസ് സംരംഭത്തിന് 2000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന പ്രവാസി മലയാളി പറയുന്നു. പക്ഷേ GST അടച്ചിട്ടുള്ളത് 800 കോടി രൂപയ്ക്ക് മാത്രമാണ്. മനസ്സിലപ്പോഴും 2000 കോടി രൂപ എന്നാണ് പറയുന്നത്. അതായത് ആ ബിസിനസ് സംരംഭത്തിൽ പിണറായി വിജയന് 9000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് ക്രൈം നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിട്ട് ആ വിഷയത്തിൽ ഇതുവരെ മാനനഷ്ട കേസ് കൊടുക്കാൻ പോയിട്ടില്ല. അല്ല, അങ്ങനെ ആരോപണങ്ങളുടെ പിന്നാലെ പോയാൽ ഏതെല്ലാം മാനനഷ്ട കേസ്? അല്ല, അത് CPM-കാരുടെ ഒരു വാദമാണ്. പക്ഷേ പിണറായി വിജയനെ പോലെ ഒരാൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ കണ്ടസ്റ്റ് ചെയ്യണ്ടേ സോയ്മോനെ? പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ അങ്ങ് പറഞ്ഞത് പ്രകാരം വലിയൊരു ദുരൂഹത ഇപ്പോൾ പടന്നു കയറി, അത് പാർട്ടിയെ വിഴുകിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് പിണറായി വിജയന് there is no ഈ പറഞ്ഞ പോലെ വേ ഔട്ട് എന്ന് പറയുന്നത് പോലെ ഈ ആരോപണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ ഒരു പത്മവ്യൂഹത്തിൽ പിണറായി വിജയനും മകളും അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇനി രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും. ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു കോവിഡോ അല്ലെങ്കിൽ ഒരു പ്രളയമോ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി.